ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് സ്കൂളിലേക്ക്. കാശിക്കുട്ടിനെ LKG-യിലാണ് ചേർത്തിയിരിക്കുന്നത്. അപ്പോൾ ദേവുട്ടി 2ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ ദേവുട്ടിക്കാണെങ്കിൽ പുതിയ സ്കൂളിലേക്കാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാശിക്കാണെങ്കിൽ സ്കൂൾ എങ്ങനെയാവും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം കാശിയുടെ കാര്യത്തിൽ കേട്ടോ. കാശി എങ്ങനെയാണ് കരയോ, എന്താണ് ചെയ്യുക, എങ്ങനെയാണ് നിൽക്കുക എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മെയിനായിട്ടും കരയും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാലും അധികം ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇത് ആ സ്കൂളിലെത്തി. പ്രവേശനോത്സവത്തിന് സമയമായി കേട്ടോ. അപ്പോൾ അവരെല്ലാ കുട്ടികളെയും ലൈനായിട്ട് നിർത്തിയിട്ട് എല്ലാ കുട്ടികൾക്കും ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുതിർന്ന കുട്ടികൾ LP സ്കൂളായതുകൊണ്ട് തന്നെ 2, 3, 4 ക്ലാസ്സിലെ കുട്ടികളാണ് വലിയ കുട്ടികൾ. അപ്പോൾ അവർ സ്കൂളിൻ്റെ മുറ്റത്തും പുതിയ കുട്ടികൾ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളൊക്കെ ഗേറ്റിന് പുറത്തുമാണ് കേട്ടോ നിന്നിരുന്നത്. അപ്പോൾ മുതിർന്ന കുട്ടികൾ അവരെങ്ങനെ വരവേൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പുതിയ കുട്ടികളിങ്ങനെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ കുറേ കുട്ടികൾ കരയുന്നുണ്ട്, കുറേ കുട്ടികൾ നല്ല സന്തോഷത്തിലൊക്കെ വരുന്നുണ്ട്. അതിൽ കരയുന്ന കുട്ടികളിൽ മെയിനായിട്ട് നമ്മളെ കാശിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കാര്യമാക്കാതെ ഇങ്ങനെ സൈഡിലോട്ട് മാറി നിൽക്കണം കേട്ടോ. പേരുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമിന്. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. പ്രവേശനോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാതൃകയാക്കേണ്ട ഒരു പ്രവേശനോത്സവമാണെന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. കാരണം അത്രയും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അവർ നല്ല വെൽ പ്ലാൻഡായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ മുതിർന്ന കുട്ടികളൊക്കെ അവർ അതിനുശേഷം ക്ലാസ്സിലേക്ക് മാറ്റി. പിന്നെ പുതിയ കുട്ടികളൊക്കെ അവർ ഓഡിറ്റോറിയത്തിലേക്ക് ആക്കിയിട്ട് അവിടെയായിരുന്നു ഇനാഗുറേഷനൊക്കെ. ചെറിയൊരു പ്രോഗ്രാമായിരുന്നു ഇനാഗുറേഷനായിട്ട്. കാര്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു എല്ലാ പ്രോഗ്രാമും. ഇനാഗുറേഷൻ ഒരു വെറൈറ്റി ആയിട്ട് ബലൂൺ പൊട്ടിച്ചിട്ടായിരുന്നു കേട്ടോ. സാധാരണ ബലൂൺ പറത്തി വിട്ടിട്ടൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊരു വെറൈറ്റിക്ക് അവർ ബലൂൺ പൊട്ടിച്ചിട്ടായിരുന്നു ഉദ്ഘാടനം നടത്തിയിരുന്നത്. അപ്പോൾ അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു, പാട്ടും ഡാൻസും. പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബലൂൺ വീർപ്പിക്കലും അതേപോലെ ബലൂൺ ചവിട്ടി പൊട്ടിക്കലും അങ്ങനെ രസകരമായിട്ടുള്ള കുറേ ഗെയിംസൊക്കെ അവർ കണ്ടക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ പ്രൈസും കൊടുത്തിട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും വിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ പ്രൈസ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ പുതിയ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ പുതിയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അവർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മധുര വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിഠായിയും പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസം സേമിയ പായസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നല്ലൊരു ദിവസമായിരുന്നു. അധികം വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കാശിക്കുട്ടി നല്ല ഗ്ലൂമി ആയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്, വെറൈറ്റി എന്നല്ല ഇപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട് തോന്നുന്നു, ഒരു സെൽഫി കോർണറൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. സ്കൂളിലെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല ക്രിയേറ്റീവായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഒരു കിറ്റായിരുന്നു. പെൻസിലും കളേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടോയ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ.